13 മന്ത്രിമാർ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് മാത്രമല്ല, അത് ആഴത്തിൽ പരിശോധിക്കേണ്ട ഭരണവിരുദ്ധ വികാരമാണ്. മുഖ്യമന്ത്രി അടക്കം വിറപ്പിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഭവാനിപ്പൂരിൽ മമതാ ബാനർജി പരാജയപ്പെട്ടതും തമിഴ്നാട്ടിൽ സ്റ്റാലിൻ പരാജയപ്പെട്ടതും വെച്ച് നോക്കിയാൽ അല്പം ആശ്വാസം പിണറായി വിജയനുണ്ട്. പിണറായി വിജയൻ സ്വന്തം ധർമ്മടത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. പക്ഷേ പരാജയപ്പെട്ടതിന് തുല്യമാണ് 18,000-20,000 വരുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ 50,000 നേടിയ ഭൂരിപക്ഷമാണ് ഇത്തവണ അബ്ദുൾ റഷീദ് അത് 20,000-ലേക്ക് കുറച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് പരാജയത്തിന് തുല്യമായ വിജയം എന്ന മട്ടിലാണ് പ്രതിപക്ഷം കാണുന്നത്, CPM പ്രതിനിധികളും അതിനെ കാണുന്നത്. എന്തായാലും ഒരു വലിയ ഉടച്ചുവാർക്കൽ വേണ്ടിവരും എന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ പരാജയങ്ങളിൽ ഒന്ന് വീണ ജോർജിന്റെ പരാജയമായിരുന്നു. കഴിഞ്ഞ തവണ 19,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വീണ ജോർജ് വിജയിച്ചു വന്ന ആറന്മുളയിൽ ഇക്കുറി ഏകദേശം അതിനോട് തൊട്ടടുത്ത ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നത് അബിൻ വർക്കിയാണ്. എല്ലാം വർക്കായി ആറന്മുളയിൽ. അബിൻ വർക്കി ഉണ്ട് നമുക്കൊപ്പം. അബിൻ വർക്കി, വെരി ഗുഡ് മോർണിംഗ്. എല്ലാം വർക്കായല്ലോ. ഗുഡ് മോർണിംഗ് അരുൺ. എല്ലാം നന്നായി നടന്നു. എല്ലാം വർക്കാക്കാൻ വേണ്ടി ജനങ്ങളൊരു അവസരം തന്നു. ഇനി എല്ലാം വർക്കാക്കണം. അതാണ് അതിനുവേണ്ടി പ്രയത്നിക്കണം. ഞാൻ ഒന്ന് രണ്ട് തവണ വിളിക്കുമ്പോഴും വർക്കി ഒരു കോൺഫിഡൻസ് പറയുമ്പോഴും ഒരു സംശയമുണ്ടായിരുന്നത് ഏറ്റവും ഒടുവിലാണ് അബിൻ വർക്കി അവിടേക്ക് വന്നു കയറുന്നത്. ആ മണ്ഡലത്തിൽ പക്ഷേ വീണ ജോർജ് മന്ത്രി എന്ന നിലയിലും MLA എന്ന നിലയിലും ഒക്കെ കുറേ കാലം പ്രവർത്തിച്ചതാണ്. സഭകളുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ട്. പക്ഷേ വൈകിയാണ് വന്നതെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് അതെങ്ങനെയാണ് വർക്കായത് അബിൻ വർക്കി? അത് ഈ നമ്മൾ സിനിമാ ഡയലോഗ് പറയുമ്പോൾ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്നാണല്ലോ. പക്ഷേ നന്നായി പോയി. പിന്നെ പ്രത്യേകിച്ച് അരുൺകുമാർ അങ്ങനെ ചിന്തിച്ചപ്പോൾ താങ്കൾക്ക് കേരളം മുഴുവൻ ചിന്തിച്ചതിലും ചെറിയ വാഗപ്പുഴ പറ്റി എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് സമ്മതിക്കൽ ഒരു തെറ്റുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു വേവ ഇപ്പം സത്യസന്ധമായി പറഞ്ഞാൽ പയ്യന്നൂരില് പരാജയപ്പെടുമെന്ന്, വൈക്കത്ത് പരാജയപ്പെടുമെന്ന്, ചടയമംഗലത്ത് പരാജയപ്പെടുമെന്നൊന്നും ഞാനും വിശ്വസിച്ചിരുന്നില്ല. എന്നോടൊപ്പമുള്ള ആൾക്കാരും പലരും വിശ്വസിച്ചിരുന്നില്ല. കാരണം ഇതൊക്കെ കോട്ടകളാണല്ലോ. അതിൻ്റെ കാരണം ശ്രീ അരുൺ, അത് എത്രമാത്രം ശ്രീ അരുണോട് അത് CPM-ൻ്റെ അണികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് അരുൺ ഈ ഒരു കുറച്ച് ഓപ്പണായിട്ടുള്ള സമീപനം എടുക്കുന്നതുകൊണ്ട് ഈ CPM നേതാക്കന്മാരുമായി ബന്ധമുണ്ട് എന്ന് കരുതിക്കൊണ്ടായിരിക്കും. ഇപ്പം ഞങ്ങളുമായിട്ട് ബന്ധമുള്ള CPM-ൻ്റെ അണികളും നേതാക്കന്മാരും. ഇപ്പം എന്നോട് ഒരു CPM നേതാവ് പറഞ്ഞ ഒരു കഥ ഞാൻ പറയാം. കണ്ണൂരിൽ ഞാൻ ധർമ്മടത്ത് ആദ്യ റൗണ്ടുകളിൽ തന്നെ അബ്ദുൾ റഷീദ് ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ പ്രത്യേക കാരണം ഒന്ന് UDF-ൻ്റെ പ്രവർത്തകരുടെ ഫീഡ്ബാക്ക് ആയിരുന്നു. രണ്ട്, ആ സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് എൻ്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് അയാളുമായി സംസാരിച്ചതെന്ന് മനസ്സിലായതാണ്. മൂന്ന്, എന്നോടൊരു CPM-ൻ്റെ നേതാവ് പറഞ്ഞത് സാധാരണഗതിയിൽ തന്നെ ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ടകളിൽ, പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ കള്ളവോട്ട് നടക്കാറുണ്ട്. അതിപ്പോൾ എത്ര ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാലും പുറത്ത് പറഞ്ഞാലും നടക്കാറുണ്ട്. പക്ഷേ ഈ തവണ ഉണ്ടായ പ്രത്യേകത ഈ കള്ളവോട്ട് ചെയ്യാൻ വിട്ട CPM അണികൾ പോലും കള്ളവോട്ട് ചെയ്തത് കോൺഗ്രസിനായിരുന്നു എന്ന് പറയുമ്പോൾ അത്ര വലിയ വികാരം മുഖ്യമന്ത്രിക്കെതിരായിട്ടുണ്ടായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുച്ചൂടും തകർത്ത ഒരു നേതാവാണ് പിണറായി വിജയൻ എന്നുള്ളൊരു ബോധ്യം CPM-ൻ്റെ അണികളിലുണ്ടായിരുന്നു. ഇത് വളരെ കൃത്യമായിട്ടൊരു ഫീഡ്ബാക്ക് ആയിരുന്നു ഞങ്ങളുടെ. അത് മാത്രമല്ല, വലിയ ആൻറ്റി പിണറായി വേവ് കേരളത്തിനകത്തുണ്ടായിരുന്നു എന്നുള്ളത് 100% ഉറപ്പായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു കോൺഫിഡൻസ്, അത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഞങ്ങളുടെ നേതാക്കന്മാർക്കെല്ലാം ഈ കോൺഫിഡൻസ് ലഭിച്ചത് അതിൽ നിന്ന് തന്നെയാണ്. ജനങ്ങളുടെ വികാരമായിരുന്നു. ആ ജനവികാരം കൊണ്ടാണ് ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആറന്മുളയിലേക്ക് എത്തുമ്പോഴേ ഇപ്പോൾ വീണ ജോർജ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഭാ സമവാക്യങ്ങളുണ്ട്. അവർ ഒരു വനിതാ മന്ത്രി എന്ന നിലയിൽ അവർ ആദ്യത്തെ MLA നിലയിലും അതേപോലെ പ്രളയ സമയത്തുമൊക്കെ അവരുടെ ഇടപെടലുകൾ, ഇതൊക്കെ അവർക്കൊരു പോപ്പുലിസ്റ്റ് ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ വകുപ്പിനെ നയിച്ച മന്ത്രി എന്ന നിലയിൽ ഒരു വലിയ ആൻറ്റി ഇൻകുംബൻസി ആ മണ്ഡലത്തിലുണ്ടായിരുന്നു. പൊതുവായ ഒരു പിണറായി വിജയനെതിരായിട്ടുള്ള തരംഗമാണെന്ന് പറയുമ്പോഴും ആറന്മുളയിൽ സ്പെസിഫിക്കായിട്ട് വീണയ്ക്കെതിരായിട്ടൊരു ആൻറ്റി ഇൻകുംബൻസി ഉണ്ടോ? കാര്യം ചില മണ്ഡലങ്ങളിൽ അതില്ല. ഇപ്പോൾ നമ്മൾ കൊട്ടാരക്കലിൽ എടുത്തു നോക്കിയാൽ പിണറായിയുടെ ഭാഗമായി, അല്ലെങ്കിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ലെഫ്റ്റ് വിരുദ്ധ വികാരം അവിടെ പൊതുവേ ഉണ്ടെങ്കിൽ പോലും കൊട്ടാരക്കരയിൽ അത് KN ബാലഗോപാലിനെതിരെ വളരെ കുറച്ചു മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. പക്ഷേ ആറന്മുളയിൽ അതെങ്ങനെയാണ് പ്രവർത്തിച്ചത് വീണ ജോർജിനെതിരെ? ഒന്ന്, 10 കൊല്ലക്കാലമായി ആറന്മുള നിയോജക മണ്ഡലത്തിലുണ്ടായ വികസന മുരടിപ്പ്, അത് നിങ്ങൾ ഈ പറയുന്ന പുറമേ കാണുന്ന അല്ലെങ്കിൽ പറയുന്ന വികസനങ്ങളൊന്നുമല്ല. ആറന്മുളയിൽ 12 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയാണ്. ഈ സ്ഥലങ്ങളുടെ റോഡുകൾ
മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. നിങ്ങൾ വന്ന് പരിശോധിച്ചാൽ അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടർ സ്പെസിഫിക്കായി നോക്കിയാൽ അറിയാം. നമ്മൾ ഈ കാണുന്ന മെയിൻ റോഡുകളായ 2-3 റോഡുകളുടെ BMBCക്ക് അപ്പുറമായിട്ട് ഭൂരിഭാഗം റോഡുകൾ, അതായത് ഒരു നിയോജക മണ്ഡലത്തിൻ്റെ 85% റോഡുകളും സാധാരണ ഉള്ളു റോഡുകളാണ്, ഗ്രാമീണ റോഡുകളാണ്. ആ ഗ്രാമീണ റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് 10 കൊല്ലമായിട്ട് ടാർ ചെയ്യാതെ കിടക്കുമായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമായിരുന്നു. പല മേഖലകളും കുടിവെള്ളമില്ലാതെ അവർ വലിയ രീതിയിൽ വേദനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. 2, 10 കൊല്ലമായിട്ട് ഒരു സർക്കാർ വിരുദ്ധ വികാരമുണ്ട്. 3, ഇത് തീർത്തും അങ്ങനെ LDFന്റെ കോട്ട എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത് അവർ വന്നു 10 കൊല്ലം എങ്കിൽ പോലും യു ഡി എഫിൻ്റെതായ ഒരു ബേസ് ഉള്ള ഒരു മണ്ഡലമാണ്. ഏത് കാറ്റടിക്കുമ്പോഴും ഞങ്ങളുടെ വോട്ട് ബേസ് ഇവിടെ വളരെ കൃത്യമായിരുന്നു. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുത്താൽ അറിയാം. പിന്നെ 4, ഇതിനകത്ത് ശ്രീ അരുൺകുമാർ എന്താണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിനെതിരായിട്ടുള്ള പ്രശ്നം? അപ്പോൾ ആരോഗ്യ വകുപ്പിനെതിരെ ഞങ്ങൾ നിരവധി സമരം ചെയ്ത ആളുകളാണ്. ഇപ്പോൾ താങ്കൾക്കറിയാം, നമുക്കൊരു മന്ത്രി എന്നുള്ള നിലയിലോ ആരെങ്കിലും ഒരാളോ ഒരു വീഴ്ച സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. ഇപ്പോൾ ആരും 100% തികഞ്ഞവർ ഞാനും അല്ല, അരുണും അല്ല, ആരുമല്ല. നമുക്കൊക്കെ തെറ്റുകൾ പറ്റും. ഇപ്പോൾ അരുൺ പറഞ്ഞല്ലോ എനിക്ക് തെറ്റ് പറ്റിയെന്ന്, എനിക്കും തെറ്റുകൾ പറ്റാറുണ്ട്, നമുക്കൊക്കെ തെറ്റുകൾ പറ്റാറുണ്ട്. പക്ഷെ ഒരു വീഴ്ച സംഭവിച്ചു കഴിയുമ്പോൾ ഒരു മന്ത്രി ജനങ്ങളോട് നടത്തുന്ന റെസ്പോൺസ് ഉണ്ട്. ആ റെസ്പോൺസാണ് പ്രശ്നം. ഇപ്പോൾ കത്രിക കുടുങ്ങി. ഇപ്പോൾ കത്രിക മന്ത്രിയല്ല കൊണ്ടുവച്ചതെന്ന് ഈ പറയുന്ന മന്ത്രിയെ വിമർശിക്കുന്ന 100% ആളുകൾക്ക് പറയാം ഇത് മന്ത്രിയല്ല അതവിടെ കൊണ്ടുവയ്ക്കുന്നതെന്ന് അവർക്കറിയാം. അതൊരു ഡോക്ടറാണ് വെക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന റെസ്പോൺസിലാണ് പ്രശ്നം. അവിടെയാണ് ഡോക്ടറെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ജനങ്ങളെ തന്നെ ഇതെന്തോ ആ സർജറിക്ക് പോയ സ്ത്രീയാണ് ഇതിലെ കുറ്റക്കാരി എന്നുള്ള നിലയ്ക്ക് സംസാരിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങളെ പുച്ഛിക്കുന്നതായിട്ട് ജനങ്ങൾക്ക് തോന്നും. അതിനാണ് ജനങ്ങൾ മറുപടി കൊടുക്കുന്നത്. അതാണ് ചില ആളുകൾക്കെതിരെ, കേരളത്തിലെ മന്ത്രിമാർക്കെതിരായ വികാരമുണ്ടാക്കിയത്. ആ വികാരം ആറന്മുളയിൽ അതിശക്തവുമായിരുന്നു. അങ്ങനെയാണ് താങ്കൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സഭയോ സമുദായത്തിനോ ഒക്കെ അപ്പുറമായിട്ട് വളരെ കൃത്യമായി ജനങ്ങളെല്ലാവരും കൂടെ വോട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സമുദായത്തിനും ഇതൊക്കെ അപ്പുറമായിട്ട് എല്ലാ പഞ്ചായത്തിലും നമ്മൾ ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സമുദായം മാത്രമല്ലല്ലോ നമുക്ക് വോട്ട് ചെയ്യുന്നത്, എല്ലാ സമുദായവും വോട്ട് ചെയ്യുന്നുണ്ട്. 2, ഈ സ്ത്രീകളാണ് കൂടുതൽ വോട്ട് ചെയ്തത്. സ്ത്രീകൾ വോട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? വിലക്കയറ്റം. അത് സമുദായ അടിസ്ഥാനത്തിലല്ലല്ലോ നമ്മളെ ബാധിക്കുന്നത്. അത് അടുക്കളയിൽ ബാധിക്കുമ്പോൾ സമുദായവും ഇല്ല, മതവും ഇല്ല, ജാതിയില്ല. അത് ബാധിക്കുന്നത് സ്ത്രീകളാണ്. ആ സ്ത്രീകളെല്ലാവരും വന്ന് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അപ്പോൾ ഈ വോട്ടിംഗ് ഒക്കെ നടക്കുമ്പോഴും ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് ഇത്ര വലിയ ഭൂരിപക്ഷം ലഭിക്കുമ്പോഴും ഞാൻ പറയുന്നു, ഇത് നൽകുന്ന സന്തോഷത്തിനും അപ്പുറമായിട്ട് വലിയ ഉത്തരവാദിത്തമാണ്. കാരണം ഒരു മാറ്റം ആഗ്രഹിച്ചാണ് അവർ വോട്ട് ചെയ്തത്. എന്തിനാണ് ആ മാറ്റം ആഗ്രഹിച്ചത്? ഇപ്പോൾ അബിൻ വർക്കിയെ MLA ആക്കാനോ ഐക്യജനാധിപത്യ മുന്നണിയെ സർക്കാരുണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തവണത്തിൽ നിന്ന് ഒരു മാറ്റം വേണം. അപ്പോൾ എന്താണ് ആ മാറ്റം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 100% പൂർണ്ണമായ അർത്ഥത്തിൽ അവരുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കും. ഇല്ലെങ്കിൽ വീണ്ടും ജനങ്ങൾക്ക് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഇന്ന് തന്നെ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഈ അബിൻ വർക്കി, എനിക്കറിയാം അബിൻ വർക്കിക്ക് പല സ്ഥാനമാനങ്ങളും കിട്ടിയിട്ടുണ്ടെന്ന് അബിൻ വർക്കി സമ്മതിക്കുമെങ്കിൽ പോലും നേരിട്ട് അറിയുമ്പോൾ പോലും കിട്ടേണ്ടതിൻ്റെ ആ അവസ്ഥയിലൊക്കെ കിട്ടിയിട്ടുണ്ടോ, സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ എന്തായാലും MLA ആയിരിക്കുന്നു. MLA ആയി കഴിയുമ്പോൾ ഒരു പ്രയോറിറ്റി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ. ഒരു 1st, 2nd, 3rd അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയോറിറ്റിയൊക്കെ മനസ്സിലിങ്ങനെ പ്രചരണമൊക്കെ നടക്കുന്ന സമയത്ത് MLA ആയാൽ ഞാൻ ആദ്യം ഇത് ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ആ മട്ടിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അല്ല, ആറന്മുളയെ സംബന്ധിച്ച് പൊതുവായി ഒരു കാര്യം പറയാം. ആറന്മുളയെ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടൂറിസം സാധ്യതകളാണ്. ഏറ്റവും കൂടുതൽ. കാരണം ഒന്ന്, ശബരിമലയുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നിയോജക മണ്ഡലമാണ്. ആറന്മുളയിൽ തന്നെ ഏറ്റവും പൈതൃക ഗ്രാമങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് പാർത്ഥസാരഥി ക്ഷേത്രം, അതുപോലെ തന്നെ വള്ളംകളി, വള്ളസദ്യ. ഇപ്പോൾ ആറന്മുള കണ്ണാടിയൊക്കെ ലോക നേതാക്കന്മാർ പലർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ആറന്മുള കണ്ണാടിയുടെ ഒരു ഗുണവും അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഗുണവും ആറന്മുളയ്ക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അത് കൊണ്ടുവരാം. അല്ലെങ്കിൽ പടയണിയുണ്ട്, ഇല്ലെങ്കിൽ പള്ളിയോടങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സ്പിരിച്വൽ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ സാധ്യതകൾ, നിരവധി ക്ഷേത്രങ്ങൾ, അല്ലെങ്കിൽ കൺവെൻഷനുകൾ. നമുക്കറിയാം മാരാമൺ കൺവെൻഷൻ പോലെ, ചെറുകോൽപ്പുഴ പോലെ, കുമ്പനാട്. അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ രീതിയിൽ ടൂറിസം എക്സ്പോഷർ കിട്ടേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ല പ്രൊജക്റ്റുകൾ നടത്തണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം എനിക്കുണ്ട്. അതാണ് ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത്. ബാക്കി ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അത് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇനിയിപ്പോൾ MLA എന്ന നിലയിൽ
നിയുക്ത മന്ത്രിയായി വരാനുള്ള സാധ്യതയും എത്രത്തോളം ഉണ്ട്? കാരണം ഈ തെരഞ്ഞെടുപ്പിലെ നിശ്ചയിച്ച പ്രധാനപ്പെട്ട ഒരു വകുപ്പ് മന്ത്രിയെ പരാജയപ്പെടുത്തി, അതും രണ്ടുപേരും തമ്മിലുള്ള ഭൂരിപക്ഷം കഴിഞ്ഞ തവണ വീണ ജോർജ് നേടിയ ഭൂരിപക്ഷമായിട്ട് അബിൻ വർക്കിയുടെ ഭൂരിപക്ഷം ഞാനൊന്ന് നോക്കുമായിരുന്നു. ഒരു 18 വോട്ടിനെ കണ്ട് കുറവേ ഉള്ളൂ. അന്ന് 19,003 ആയിരുന്നു, ഇപ്പോൾ 18,000 അല്ലേ, കുറച്ച് വ്യത്യാസം കണ്ടല്ലേ ഉള്ളൂ, വളരെ കുറച്ച് വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയും ഭൂരിപക്ഷം നേടി, വോട്ടിന്റെ വ്യത്യാസമാണുള്ളത്. യെസ്, അപ്പോൾ അത്രയും വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത്രയും നന്നായിട്ട് കാര്യങ്ങളൊക്കെ വർക്കായി. അപ്പോൾ ഇനി ഉത്തരവാദിത്വത്തോടു കൂടി വേണ്ടി വന്നാൽ മന്ത്രിസഭയിലേക്കൊക്കെ വരാം. സാധാരണ രാത്രി 8 മണിക്കാണ് അരുൺകുമാർ ഈ പരിപാടി തുടങ്ങാറുള്ളത്. രാവിലെ മോർണിംഗ് ഷോയിൽ തന്നെ ഒരു കാരണവശാലും ഇത് തുടങ്ങരുതുള്ളൂ. അല്ല, ഞാൻ പറയാം, അങ്ങനെയൊന്നുമില്ല, ഞാൻ തമാശ പറഞ്ഞാണ്. ഞാനൊരു ഫസ്റ്റ് ടൈം MLA ആണ്. അപ്പം എനിക്ക് തന്ന ഒരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഒരു വലിയ സ്വപ്നമാണല്ലോ അരുൺകുമാർ. നമ്മൾ ഏതൊരു പൊതുപ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാർലമെൻ്ററി വ്യാമോഹമില്ല എന്നൊക്കെ പലരും ആര് പറഞ്ഞാലും ഏതൊരു പൊതുപ്രവർത്തകൻ്റെ ഒരു ആഗ്രഹമാണ് മഹാരഥന്മാരിരുന്ന നിയമസഭയ്ക്കകത്തിരിക്കുക എന്നും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒരു സബ്മിഷൻ അവതരിപ്പിക്കുക എന്നൊരു പ്രമേയം അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു പൊതുപ്രവർത്തകൻ്റെ സ്വപ്നമാണ്. ഇത് ഒരു 1 ലക്ഷം പൊതുപ്രവർത്തകരുണ്ടെങ്കിൽ അതിനകത്ത് കിട്ടുന്നത് 140 പേർക്കാണ് അവസരം ലഭിക്കുന്നത്. അതിലൊരു അവസരം എനിക്ക് കിട്ടി. അത് ദൈവാനുഗ്രഹമാണ്, എൻ്റെ പാർട്ടി തന്ന ഒരു അവസരമാണ്. അത് പൂർണ്ണമായ അർത്ഥത്തിൽ അത് നടപ്പാക്കാൻ ശ്രമിക്കും, അത് നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് ആ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോകും. എൻ്റെ പാർട്ടി താങ്കൾ ഈ പറയുന്നത് പോലെ, താങ്കളിപ്പോൾ ആദ്യം അവസരങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, അവസരങ്ങളൊക്കെ കൃത്യമായ സമയത്ത് ചില അവസരങ്ങൾ മാറിക്കിട്ടും, ചില അവസരങ്ങൾ നമുക്ക് ലാഗ് ചെയ്ത് വരും, ചിലപ്പോൾ മുന്നേ വരും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ. പലതും നമ്മൾ തീരുമാനിക്കുന്ന സമയത്തല്ല കിട്ടുന്നത്. അതിനൊരു ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് അത് ദൈവാനുഗ്രഹം, ദൈവം തീരുമാനിക്കുന്ന ഒരു സമയത്ത് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എല്ലാം ഉഷാറാവട്ടെ, എല്ലാ കാര്യങ്ങളും ഒക്കെ വർക്കാവും. ഇനി ആറന്മുളയുടെ കാര്യവും വർക്കാവട്ടെ, കേരളത്തിലെ കാര്യം കൂടുതൽ വർക്കാവട്ടെ, അബിൻ വർക്കിയുടെ കാര്യവും വർക്കാവട്ടെ. താങ്ക് യു അബിൻ. ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ ഇത് കണ്ടോണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുണ്ടെങ്കിൽ അബിൻ വർക്കി എന്നോട് പറയിപ്പിച്ചതല്ല കേട്ടോ, ദൈവം ഇത് അങ്ങനെ കരുതരുത്. ഇത് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ്, മാത്രമല്ല അതൊരു പാരയായി തീരുകയും ചെയ്യരുത്, ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതേ ഉള്ളൂ. താങ്ക് യു ശ്രീ അബിൻ വർക്കി. താങ്ക് യു. അബിൻ വർക്കിയാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. നല്ല വിജയമാണ് അബിൻ വർക്കിയുടേത്, നല്ല തങ്കപ്പെട്ട വിജയം എന്ന് വേണമെങ്കിൽ പറയാം.